الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത ഇടപാടുകൾ മുഴുവനും വിധേയപ്പെടുത്തിയും തഖ്വയുടെ താല്പര്യത്തിൽ റൂഹ് പിരിയുന്ന നേരം വരെയും നിലനിന്നു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളേവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകി അവന്റെ ഉത്തമ അടിയാറുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും നാളെ അല്ലാഹുവിനെ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടാനും മുത്തഖീങ്ങൾക്ക് വേണ്ടി റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹ സൗഭാഗ്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്ന അനുഗ്രഹം, അതിൻ്റെ നന്മകൾ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ, അതിനെ സമൂഹത്തിൽ പ്രതിനിധീകരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അല്ലാഹുവിൻ്റെ ദീനിനെ കുറിച്ച് സമഗ്രമായ അറിവ് അനിവാര്യമാണ് എന്ന കാര്യം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായി. ആ ദീനിൻ്റെ സവിശേഷതകളെ കുറിച്ച് കൃത്യമായി നമുക്ക് ധാരണ ലഭിക്കുമ്പോഴാണ് ഈ ദീനിനെ ആത്മവിശ്വാസത്തോടു കൂടിയും ഏറ്റക്കുറവുകളില്ലാതെയും സമൂഹത്തിൽ അതിനെ പ്രതിനിധീകരിക്കാൻ നമുക്ക് കഴിയുക. സത്യവിശ്വാസികൾ കേവലം ഇസ്ലാമിനെ അറിയേണ്ടവരോ മനസ്സിലാക്കേണ്ടവരോ അല്ലെങ്കിൽ അത് ജീവിതത്തിൽ പാലിക്കേണ്ടവരോ മാത്രമല്ല, സമൂഹത്തിൽ അതിനെ പ്രതിനിധീകരിക്കാനും കൂടി ബാധ്യസ്ഥരായവരാണ്. ഇസ്ലാമിന്റെ റെപ്രസെന്റേഷൻ നിർവഹിക്കാൻ പടച്ചവൻ തെരഞ്ഞെടുത്ത ഒരു സമുദായത്തിലെ അംഗങ്ങളാണ് ഞാനും നിങ്ങളും. അർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്
കഴിഞ്ഞ ഖുതുബയിൽ ചില കാര്യങ്ങൾ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇസ്ലാം സമഗ്രവും സമ്പൂർണവുമാണ് എന്നതോടൊപ്പം ഒരു ബാലൻസ്ഡ് ആയ ദീനാണ്, ഒരു സന്തുലിതമായ ദീനാണ് അള്ളാഹുവിൻ്റെ ദീൻ എന്ന് നമ്മൾ പറയുകയുണ്ടായി. ഈ സന്തുലിതത്വം എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിന് ഇതിന്റെ അതോറിറ്റി അള്ളാഹുവാണ് എന്നാണ് നമ്മൾ കണ്ടെത്തിയ മറുപടി. പടച്ചവന്റെ ദീനാണ്, അത് അസന്തുലിതമാവുക സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ തന്റെ സൃഷ്ടി പ്രക്രിയയിൽ ഈ സന്തുലിതത്വം, ഈ ബാലൻസ് പാലിച്ചിട്ടുള്ളതായും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഈ പ്രപഞ്ച സൃഷ്ടിപ്പിൽ അള്ളാഹു പാലിച്ചിട്ടുള്ള ആ ഒരു ബാലൻസ്ഡ് ആറ്റിറ്റ്യൂഡ്, ആ ഒരു സന്തുലിത സമീപനം പല ഉദാഹരണങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ പറയുകയുണ്ടായി. മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂറത്തുൽ മുഅ്മിനീൻ അള്ളാഹു നമ്മെ അറിയിച്ച കാര്യവും, സൂറത്തുൽ മുൽക്കിൽ പ്രപഞ്ച സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു എടുത്തു പറയുന്ന സംഗതിയുമൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അഥവാ മനുഷ്യ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രപഞ്ച സൃഷ്ടിപ്പിനെ കുറിച്ച് പരാമർശിക്കുമ്പോഴും ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത് അള്ളാഹു സ്വീകരിച്ച സന്തുലിതത്വമാണ്. എവിടെയും ഒരു ഏറ്റക്കുറവുമില്ലാതെ, ഒരു പോരായ്മകളും എവിടെയും കാണാൻ കഴിയാതെ, വളരെ പെർഫെക്ഷനോട് കൂടിയാണ്, ഇഹസാനിയത്തോടു കൂടിയാണ്, ഒരു അസന്തുലിതത്വവും ഇല്ലാതെയാണ് അള്ളാഹു അവന്റെ സൃഷ്ടി പ്രക്രിയ മുഴുവനും നിർവഹിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഇത്രയും സൂക്ഷ്മവും സുന്ദരവുമായി ഫങ്ഷൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും വിശാലമായ, ഇത്രയും ബൃഹത്തായ ഈ പ്രപഞ്ചം, അതിന്റെ വലുപ്പവും വികാസവും ഒക്കെ അറിയുന്നവർ, സയൻസ് അറിയുന്നവരൊക്കെ ഈ സദസ്സിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുമ്പ് നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ ഗവേഷകർ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിൽ 20,000 കോടി നക്ഷത്ര സമൂഹങ്ങൾ ഉണ്ട് എന്നായിരുന്നു. 20,000 കോടി നക്ഷത്ര സമൂഹങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ ഉള്ളത് എന്നാണ് നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകൾ കരുതിയിരുന്നത്. പക്ഷെ അതിന്റെ 10 ഇരട്ടിയെങ്കിലും കൂടുതൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് എന്ന് ആധുനിക ശാസ്ത്രം വെളിപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, എത്രയായിരിക്കും അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം എന്ന് പറയുന്നത്? 20,000 കോടി എന്ന് പറയുന്നതിന്റെ 10 ഇരട്ടിയെങ്കിലും കൂടുതൽ ഉണ്ടാകും ഈ നക്ഷത്ര സമൂഹങ്ങൾ, ഗാലക്സികൾ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം എത്രയുണ്ടാകുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഇത്രയും മഹാ വലുപ്പമുള്ള ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും വല്ല തട്ടലോ മുട്ടലോ പൊട്ടലോ സംഘർഷമോ സംഘട്ടനമോ എവിടെയെങ്കിലും ഉണ്ടായതായി നമ്മൾ കാണുന്നില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ ഈ ഉമ്മത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച ഖുർആനിന്റെ ത്രസിക്കുന്ന ഹൃദയം, ഖൽബുൽ ഖുർആൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച സൂറത്ത് യാസീൻ നമുക്കറിയാമല്ലോ. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബൻ വ ഖൽബുൽ ഖുർആൻ യാസീൻ. ഓരോ വസ്തുവിനും ഒരു ഹൃദയമുണ്ടാകും, ഹാർട്ട് ഉണ്ടാകും. വ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഖൽബ്, ഖുർആനിന്റെ ത്രസിക്കുന്ന ഹൃദയം, ഖുർആനിന്റെ ഹാർട്ട്, അതാണ് സൂറത്ത് യാസീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം ലശംസു യൻബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലല്ലൈലു സാബിഖുൻ നഹാരി വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. നമ്മുടെ ഈ ഇരിക്കുന്ന സദസ്സിലുള്ള ഏതാണ്ട് പലർക്കും ഹൃദ്യസ്ഥമായ ഹിഫ്ദുള്ള സൂറത്തുകളിൽ ഒന്നാണ് സൂറത്ത് യാസീൻ എന്ന് പറയുന്നത്. ആ സൂറത്ത് യാസീന്റെ ഏതാണ്ട് മധ്യത്തോടടുത്ത സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സൂര്യനും ചന്ദ്രനും തമ്മിൽ വല്ല സംഘർഷവും ഉണ്ടോ? വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിൽ വളരെ മനോഹരമായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അത് പ്രതാപശാലിയായ, എല്ലാം അറിയുന്നവനായ അതിന്റെ ഉടമ പ്രപഞ്ചനാഥൻ അതിന് നിർണയിച്ചു കൊടുത്ത ആ ഒരു യാത്രാ പദമാണ്, ഓർബിറ്റം. എവിടെയെങ്കിലും വല്ല സംഘർഷവും എന്ന് പറഞ്ഞാൽ രാവും പകലും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ, സൂര്യനും ചന്ദ്രനും തമ്മിൽ എവിടെയെങ്കിലും ഒരു സംഘർഷം ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ എന്നത് അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്. ഇവയെല്ലാം അവക്ക് നിശ്ചയിച്ച ഓർബിറ്റുകളിലൂടെ, സഞ്ചാര പദങ്ങളിലൂടെ വളരെ ശാന്തമായി നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിലാണല്ലോ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഹൽക്കിന്റെ റബ്ബ്,
ഇവയൊക്കെ സൃഷ്ടിച്ചു പരിപാലിച്ചു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നാഥൻ, ഈ ഹൽക്കിന്റെ റബ്ബ്, ഉടമസ്ഥനായ റബ്ബ് അവൻ തന്നെയാണ് ഹിദായത്തിന്റെയും ഉടമസ്ഥൻ. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്. സൃഷ്ടിപ്പിന്റെ ഉടമസ്ഥനാരോ അവൻ തന്നെയാണ് സന്മാർഗത്തിന്റെയും ഉടമസ്ഥൻ എന്ന കാര്യം പറയാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് എടുത്തു പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഹൽക്കിന്റെ ഉടമസ്ഥനാണ് ആ റബ്ബ് എങ്കിൽ, അല്ലെങ്കിൽ ഈ ഹൽക്കിന്റെ മുഴുവൻ ഉടമസ്ഥൻ, അതോറിറ്റി ആ റബ്ബാണെങ്കിൽ, അവൻ തന്നെയാണ് മനുഷ്യനുള്ള സന്മാർഗത്തിന്റെയും അതോറിറ്റി എന്ന കാര്യം അല്ലാഹു ആവർത്തിച്ചു പറയുകയാണ്. പടച്ച റബ്ബ് സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ള ഹിദായത്തിലും, സൃഷ്ടിപ്പിൽ മാത്രമല്ല, അവന്റെ ഹൽക്കിൽ മാത്രമല്ല, ഹിദായത്തിലും ഈ സന്തുലിതത്വം അല്ലാഹു പാലിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിക്ക് അതിന്റെ നിയോഗവും ധർമ്മവും നിർവഹിക്കാൻ ആവശ്യമായ വെളിച്ചം, അതാണല്ലോ നമ്മൾ ഹിദായത്ത് എന്ന് പറയുക. ഒരു സൃഷ്ടിക്ക് അതിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ധർമ്മം, അതല്ലെങ്കിൽ അതിന്റെ നിയോഗ ദൗത്യം, അത് നിർവഹിക്കാൻ ആവശ്യമായ വെളിച്ചം, അതിനാണ് നമ്മൾ ഹിദായത്ത് എന്ന് പറയുക. ഈ ഹൽക്കും ഹിദായത്തും അള്ളാഹു തന്നിട്ടുണ്ട്. രണ്ടിന്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. രണ്ടിനെയും സന്തുലിതമായി ക്രമീകരിച്ചവരും അതേ റബ്ബ് തന്നെയാണ്. ഒരു സൃഷ്ടിക്ക് അതിന്റെ നിയോഗം നിർവഹിക്കാൻ ആവശ്യമായ വെളിച്ചത്തിനാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അതാണല്ലോ മഹാനായ മൂസാ അലൈഹി സ്വലാം പറഞ്ഞത്, റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത് എല്ലാ വസ്തുവിനും അതിന്റെ സൃഷ്ടിപ്പ് നൽകിയവനാണ്. സുമ്മ ഹദാ, കേവലം പടച്ചുവിടുക മാത്രമല്ല, പടച്ചുവിട്ട മുഴുവൻ സൃഷ്ടികൾക്കും അവയുടെ വഴി കൂടി കാണിച്ചു കൊടുത്തവനാണ്, മാർഗം കൂടി കാണിച്ചു കൊടുത്തവനാണ്. അതും ഈ മാർഗം അതും അള്ളാഹുവിന്റെ വഹിയാണ്. ഇതും അള്ളാഹുവിന്റെ വഹിയാണ്. ആ വാക്ക് തന്നെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് 16-ാമത്തെ അധ്യായം സൂറത്തു നഹലിൽ, തേനീച്ച എന്നു പേരുള്ള ഒരു അധ്യായമുണ്ട് ഖുർആനിൽ, സൂറത്തു നഹൽ. മനോഹരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഔഹാ റബ്ബുക ഇലൻ നഹലി, വഔഹാ റബ്ബുക ഇലൻ നഹലി. തേനീച്ചക്ക് താങ്കളുടെ നാഥൻ വഹി നൽകി, ബോധനം നൽകി. അനിത്തഖദി മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഗ്രിശൂൻ. പർവ്വതങ്ങളിലും മരങ്ങളിലും മണ്ണിന് മുകളിൽ പടർത്തപ്പെടുന്ന വള്ളികളിലുമൊക്കെ നിങ്ങൾ വീടുകൾ ഉണ്ടാക്കുക. തുമ്മ കുലി മിൻ കുല്ലി സമറാത്ത്, എന്നിട്ട് എല്ലാ ഫലങ്ങളിൽ നിന്നും നിങ്ങൾ അതിന്റെ സത്ത് വലിച്ചെടുക്കുക. ഫസ്ലുക്കി സുബുല റബ്ബിക ദുലുല, എന്നിട്ട് റബ്ബ് ഒരുക്കി തന്ന വഴികളിൽ നിങ്ങൾ ചരിക്കുക. റബ്ബ് ഒരുക്കി തന്ന വഴികളിൽ നിങ്ങൾ ചരിക്കുക. തേനീച്ചക്ക് അതിന്റെ വഴി നിർണയിച്ചു കൊടുത്ത റബ്ബ്, അതിന്റെ വഴി കാണിച്ചു കൊടുത്ത റബ്ബ്. എന്നിട്ട് അല്ലാഹു പറയുന്നത് എന്താ? യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീഹി ശിഫാഉൻ ലിന്നാസ് ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമി യതഫക്കറൂൻ. ഈ തേനീച്ചയുടെ, ഈ ഈച്ചയുടെ ഉള്ളറകളിൽ നിന്ന് വർണ്ണ വൈവിധ്യമുള്ള ഒരു പാനീയം പുറത്തു വരികയാണ്. ആ പാനീയത്തിൽ മനുഷ്യന് രോഗശാന്തിയുണ്ട്. ഫീഹി ശിഫാഉൻ ലിന്നാസ്, അതിൽ മനുഷ്യർക്ക് രോഗശാന്തിയുണ്ട്. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലിഖൗമി യതഫക്കറൂൻ, നിശ്ചയമായും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. നമ്മൾ ആലോചിച്ചു, വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവിന്റെ അടുത്ത് ചെന്ന് നിൽക്കുന്ന ഒരു സസ്യശാസ്ത്രജ്ഞന് ആ പൂവിൽ ഏറ്റവും കൂടുതൽ തേനുള്ളത് എപ്പോഴാണെന്ന് അറിയാൻ സാധ്യമല്ല. എന്നാൽ അതിന്റെ ചുറ്റും വട്ടമട്ട് പറക്കുന്ന തേനീച്ചക്ക് അറിയാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വഴിയാണ്, വെളിച്ചമാണ്, ഹിദായത്താണ്. അപ്പൊ തേനീച്ചകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വിടുക മാത്രമല്ല, അവയുടെ ഹൽക്ക് മാത്രമല്ല, അവയുടെ ഹിദായത്തും റബ്ബ് തന്നെ നൽകിയെന്നാണ്. കോടാനുകോടി സൃഷ്ടിജാലങ്ങൾക്ക്, ഈ പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി സൃഷ്ടിജാലങ്ങൾക്ക് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹൽക്കും ഹിദായത്തും നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഹിദായത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാണുന്ന ദേശാടന പക്ഷികൾ അവ താമസിക്കുന്ന പ്രദേശത്തെ കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ അനേകായിരം കിലോമീറ്ററുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് വൻകരകൾക്കപ്പുറത്ത് പറന്നു വന്ന് ഏതാനും നാളുകൾ നമ്മുടെയൊക്കെ കടൽ തീരത്ത് താമസിച്ച് വളരെ കൃത്യമായി അവ തിരിച്ചു വന്നിടത്തേക്ക് തന്നെ പോവുകയാണ്. ആരാണ് പ്രിയമുള്ളവരെ ഈ ദേശാടന പക്ഷികൾക്ക് അതിന്റെ ദിശ നിർണയിച്ചു കൊടുത്തത്, അതിന്റെ വഴി കാണിച്ചു കൊടുത്തത്? അവയുടെ സൃഷ്ടിപ്പ് ആരുടെ അതോറിറ്റിയാണോ ആ സൃഷ്ടിച്ച റബ്ബ് തന്നെയാണ് അവർക്ക് ഈ വഴി കാണിച്ചു കൊടുക്കുന്നത്. കുയിലിനെ കൊണ്ട് പാടിക്കുന്നതും മയിലിനെ കൊണ്ട് ആടിക്കുന്നതും ആരാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിദായത്താണ് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യരിലേക്ക് നമ്മൾ വരുമ്പോൾ ഒന്നാമത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാമിന്റെ മകൻ ഹാബീൽ, സഹോദരൻ ഹാബീലിനെ കൊന്ന സന്ദർഭത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ മയ്യത്ത് തോളിലിട്ടുകൊണ്ട് മനസ്സംഘർഷത്തോടുകൂടി നടക്കുമ്പോഴാണല്ലോ
എങ്ങനെയാണ് മൃതദേഹം സംസ്കരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഫബഅസല്ലാഹു ഗുറാബ, ഒരു കാക്കയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയാണ്. അങ്ങനെ ആ കാക്കയാണ് എങ്ങനെയാണ് മയ്യത്ത് പരിപാലനം എന്ന് മനുഷ്യന് പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് കുയിലിനെ പാടിപ്പിക്കുന്നതും മയിലിനെ ആടിപ്പിക്കുന്നതും നായയെ കുരപ്പിക്കുന്നതും കാക്കയെ കരയിപ്പിക്കുന്നതും പടച്ച റബ്ബ് അവർക്ക് നൽകിയിട്ടുള്ള ഹിദായത്താണ് എന്ന കാര്യമാണ്. മഹാനായ മൂസാ അലൈഹിസ്സലാം പറഞ്ഞത് എല്ലാ ഓരോ സൃഷ്ടിക്കും അതിന്റെ സൃഷ്ടിപ്പ് നൽകിയവനും അതിന് ഹിദായത്ത് നൽകിയവനുമായ റബ്ബ് പടച്ചവനെ പരിചയപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഓരോ ഹൽക്കിനും അതിന്റെ നിയോഗം നിർവഹിക്കാൻ, അതിന്റെ ധർമ്മം നിർവഹിക്കാൻ വേണ്ട വെളിച്ചം റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ നൽകിയതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നൈസർഗികമായ പ്രാപഞ്ചികമായ ഹിദായത്തിന് പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാൻമാർഗികമായ ഒരു ഹിദായത്ത് കൂടി മനുഷ്യൻ നൽകിയിട്ടുണ്ട്. സാൻമാർഗികമായ ഒരു ഹിദായത്ത് കൂടി മനുഷ്യൻ അല്ലാഹു നൽകിയിട്ടുണ്ട്. അതാണ് അംബിയ മുർസലുകളുടെ നൽകപ്പെട്ട ഹിദായത്തിന്റെ സന്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകപ്പെട്ട സാൻമാർഗികമായ ഹിദായത്ത് അംബിയ മുർസലുകളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള 1.25 ലക്ഷത്തോളം അംബിയ മുർസലുകളിലൂടെ അല്ലാഹു ഭൂമിയിൽ സാധിച്ചതും അതായിരുന്നു. ഇനി ആ ഹിദായത്തിനെ കുറിച്ച് നിങ്ങൾ എടുത്തു നോക്കുക. അല്ലാഹ് മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാരിലൂടെ നൽകിയ ഈ സാൻമാർഗികമായ ഹിദായത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ആ ഹിദായത്തിലും അല്ലാഹു ഈ ബാലൻസിംഗ് പാലിച്ചിട്ടുണ്ട്, ഈ സന്തുലിതത്വം പാലിച്ചിട്ടുണ്ട്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ, ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ എന്ന് അല്ലാഹു പറയുന്നത് സൂറത്തു ത്വലാഖിലാണ്, 3-ാമത്തെ ആയത്തിൽ. ത്വലാഖിനെ പറ്റി പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു ഈ പരാമർശം നടത്തുന്നത്. സകല കാര്യങ്ങൾക്കും അല്ലാഹു ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ഒരു ക്രമവും വ്യവസ്ഥയും ഉണ്ടാക്കിയവനാണ് എന്ന് ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. ആ ക്രമവും വ്യവസ്ഥയും മനുഷ്യൻ ലംഘിക്കാൻ പാടില്ല. അത് ലംഘിക്കുമ്പോഴാണ് ഭൂമിയിൽ കുഴപ്പവും നാശവും സംഭവിക്കുന്നത്. പടച്ചവനിൽ നിന്നും മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഹിദായത്തിന്റെ സവിശേഷതകൾ, അല്ലാഹുവിലും നമുക്ക് ലഭ്യമായിട്ടുള്ള ഹിദായത്തിന്റെ സവിശേഷതകൾ, അത് ഒന്ന് സമ്പൂർണമാണ് എന്നതാണെങ്കിൽ, സമ്പൂർണമാണ് ആ മാർഗദർശനം എന്നതാണെങ്കിൽ, രണ്ടാമത്തേത് അത് സന്തുലിതവുമാണ്, ബാലൻസ്ഡുമാണ് എന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. ഇസ്ലാം കൈകാര്യം ചെയ്യാത്ത ഒരു മേഖലയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലല്ലോ. നമ്മുടെ ജീവിതം കടന്നു പോകുന്ന സകല ഇടങ്ങളിലും ഇടപെടുന്ന ഒരു ദീനിനെയും മാർഗദർശനത്തെയും ആണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. കാരണം ഇത് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഹിദായത്താണ്. ഇത് ഭൂമിയിൽ നിവസിക്കാൻ വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത 1-ാമത്തെ മനുഷ്യൻ മുതൽ പടച്ച റബ്ബ് അതിനുള്ള സംവിധാനം ഉണ്ടാക്കി എന്നതാണ്. ആദം അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് നിയോഗിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന് കൊടുത്ത നിർദ്ദേശം എന്താണ്? ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. താങ്കളുടെ റബ്ബിങ്കിൽ നിന്ന് ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ, നമ്മിൽ നിന്നുള്ള മാർഗദർശനം വന്നു കിട്ടുമ്പോൾ, നമ്മിൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോൾ, ഫമൻ തബിയ ഹുദായ, ആര് ആ സന്മാർഗ ദർശനത്തെ പിന്തുടരുന്നുവോ, ആ സന്മാർഗ നിർദ്ദേശങ്ങൾ ആര് പിൻപറ്റുന്നുവോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഒരിക്കലും ദുഃഖിക്കാനോ ഭയപ്പെടാനോ ഇടയാകുന്നതല്ല. ഏതെങ്കിലും രംഗങ്ങളിൽ മനുഷ്യൻ സ്വന്തം ബുദ്ധി അനുസരിച്ച് തീരുമാനിച്ചോട്ടെ, അവന്റെ സ്വന്തം യുക്തി അനുസരിച്ച് അവൻ തീരുമാനങ്ങൾ എടുത്തോട്ടെ, ഞാൻ അതിൽ ഇടപെടേണ്ടതില്ല എന്ന് മനുഷ്യനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന റബ്ബ് തീരുമാനിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മിൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോൾ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തിലും പടച്ചവനിൽ നിന്നുള്ളൊരു വെളിച്ചം നിങ്ങൾക്ക് കിട്ടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിടുകയാണ്. അഥവാ അല്ലാഹു മനുഷ്യന് നൽകിയിട്ടുള്ള ഹിദായത്ത് വളരെ സമ്പൂർണമാണ്. അതോടൊപ്പം അല്ലാഹുവിന്റെ ഹിദായത്ത് സന്തുലിതവുമാണ്. ഓരോന്നും, ഓരോ നിർദ്ദേശങ്ങളും, പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ള ഓരോ മാർഗദർശനങ്ങളും വെക്കേണ്ട അളവിൽ വെക്കേണ്ടിടത്ത് വെക്കുക എന്നതാണല്ലോ സന്തുലിതത്വം എന്ന് പറയുന്നത്. പലപ്പോഴും മനുഷ്യന് അബദ്ധങ്ങൾ സംഭവിക്കുന്നത് ഇവിടെയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ നിർദ്ദേശങ്ങളെ, പടച്ചവന്റെ ദീനിന്റെ വ്യത്യസ്ത ചേരുവകളെ അതതിന്റെ സ്ഥാനത്തും ഓരോന്നിന്റെയും പ്രാധാന്യക്രമത്തിലും മുൻഗണന അനുസരിച്ചും അപ്ലൈ ചെയ്യുന്നിടത്താണ്, ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നിടത്താണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ ധാരാളമായി അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള ഈ ദീനിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ സന്തുലിതത്വമാണ്, ഈ ബാലൻസിംഗ് ആണ്. ഇസ്ലാമിന്റെ സൗന്ദര്യവും മനോഹാരിതയും അതാണ്.
ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് വൈരുദ്ധ്യമെന്ന് തോന്നാവുന്ന സംഗതികളെ, പരസ്പരം വിപരീതമെന്ന് നമുക്ക് തോന്നുന്നവേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖദറിന്റെ ഒരു നിശ്ചിതമായ കണക്കിന്റെ സ്വർണ്ണനൂൽ കൊണ്ട് കൂട്ടിയോജിപ്പിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായി വ്യവസ്ഥപ്പെടുത്തിയിരിക്കുകയാണ് അള്ളാഹുവിന്റെ ദീനിൽ. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇഹലോകവും പരലോകവും. വളരെ സുപരിചിതമാണ്, നമ്മളൊക്കെ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ഇഹലോകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ബാലൻസിങ്. ഇത് രണ്ടും വിപരീതമല്ലല്ലോ ഇസ്ലാമിൽ. ഇഹലോകം പരലോകം എന്ന് പറഞ്ഞാൽ വിപരീതമല്ലല്ലോ. ഒന്നിനെ നിരാകരിച്ചുകൊണ്ട് മറ്റൊന്നിനെ സ്വീകരിക്കുകയല്ല. ദുനിയാവിനെ അവഗണിക്കാതെ തന്നെ പരലോകത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചിരിക്കുകയാണ് ദീനുൽ ഇസ്ലാം ചെയ്തിരിക്കുന്നത്. ദുനിയാവിനെ അവഗണിക്കാതെ തന്നെ പരലോകത്തിന്റെ ഗൗരവവും പ്രാധാന്യവും പഠിപ്പിക്കുകയാണ് ദീനുൽ ഇസ്ലാം ചെയ്തത്. അഥവാ രണ്ടിനെയും ഖദറിന്റെ ഒരു സ്വർണ്ണനൂൽ കൊണ്ട് വളരെ മനോഹരമായി അള്ളാഹു സമന്വയിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. ചില ആളുകളെങ്കിലും ധരിച്ചിരിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ദുനിയാവുമായി ഒരു ബന്ധവുമില്ലാത്ത, കേവലം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ സ്വർഗനരകങ്ങളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ദീനാണ് എന്നാണ്. തികച്ചും തെറ്റായ ഒരു വിലയിരുത്തലാണത്. നമ്മളൊക്കെ പതിവായി നടത്തുന്ന ഒരു പ്രാർത്ഥന മാത്രം മതി അതിന്റെ തെളിവായിട്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, സയ്യിദു ദുആ, പ്രാർത്ഥനകളുടെ നേതാവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ പ്രാർത്ഥന സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. പടച്ചവനെ, ഞങ്ങളുടെ ദുനിയാവിനെ നീ നന്നാക്കി തരണേ, ഞങ്ങളുടെ ഐഹിക ജീവിതത്തെ നീ നന്നാക്കി തരണേ. വഫിൽ ആഖിറതി ഹസന, ഞങ്ങളുടെ ആഖിറത്തിനെ നീ നന്നാക്കി തരണേ. വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ ഞങ്ങൾ അകറ്റുകയും ചെയ്യണമേ. മനുഷ്യൻ നടത്തുന്ന എല്ലാ പ്രാർത്ഥനകളുടെയും ഒരു സാരാംശം നമുക്ക് എടുക്കാമെങ്കിൽ, ആറ്റിക്കുറുക്കിയെടുക്കാമെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഒരു പ്രാർത്ഥനയാണിത്. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ഇങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കാൻ പടച്ചവന്റെ ദീനായ സന്തുലിതമായ ജീവിത ദർശനമായ ഇസ്ലാമിനല്ലാതെ മാറ്റാൻ എന്തിനാണ് കഴിയുക? എന്ന് പറഞ്ഞാൽ ഒന്നിനെ തള്ളിയല്ല മറ്റേതിനെ കൊള്ളുന്നത്, ഒന്നിനെ തള്ളിയല്ല മറ്റേതിനെ കൊള്ളുന്നത്, ഒന്നിനെ പാടെ നിരാകരിച്ചുകൊണ്ടല്ല മറ്റൊന്നിനെ സ്വീകരിക്കുന്നത്. പരലോകം നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ, ആഖിറത്ത് നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ, ഇഹലോകം അതിനുള്ള മാർഗമാണ് അള്ളാഹുവിന്റെ ദീനിൽ. അല്ലേ? ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാരത്രിക ജീവിതത്തിൽ സ്വർഗം അവന്റെ ലക്ഷ്യമാണെങ്കിൽ അതിനുള്ള വഴിയും അതിനുള്ള മാർഗവുമാണ് ദുനിയാവ് എന്ന് പറയുന്നത്, ഇഹലോകം എന്ന് പറയുന്നത്. ഖാറൂനോട് അവന്റെ ജനത പറഞ്ഞതായി ഖുർആൻ എടുത്തു പറയുന്നുണ്ടല്ലോ, വബ്തഖി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ വബ്തഖി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹ് നിനക്ക് തന്നിട്ടുള്ളത് കൊണ്ട് നീ പാരത്രിക ഗേഹം നേടാൻ നോക്കണം. ധാരാളം അല്ലാഹു ഭൗതിക വിഭവങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ച ഖാറൂൻ, ആ ഖാറൂനോട് അവന്റെ ജനത ഉപദേശമായി പറയുകയാണ്, വബ്തഖി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ. ഖാറൂനെ, നിനക്ക് അല്ലാഹു നൽകിയ ഐഹികമായ വിഭവങ്ങൾ ഉണ്ടല്ലോ, ഇതുകൊണ്ട് നീ നേടേണ്ടത് പാരത്രിക ഗേഹമാണ്. അത്ര പറഞ്ഞ് നിർത്തിയില്ല ഖുർആൻ. അതിന്റെ കൂടെ ഇതുകൂടി പറഞ്ഞു, വലാ തൻസ നസീബക മിനദ് ദുനിയ. എന്നാൽ ഇഹലോകത്ത് നിനക്കുള്ള പങ്ക് നീ മറക്കുകയും ചെയ്യണ്ട. അഥവാ ദുനിയാവിനെയും ആഖിറത്തിനെയും മനോഹരമായി കോർത്തിണക്കിയതാണ് അല്ലാഹുവിന്റെ ദീൻ. പ്രിയമുള്ളവരെ, ദുനിയാവിനെ പരിത്യജിക്കുന്ന പരലോകത്തെ അല്ല, ദുനിയാവിനെ പരിത്യജിക്കാതെ തന്നെ പരലോകത്തെ പ്രാധാന്യപൂർവ്വം പരിഗണിച്ച ദീനാണ്. കാരണം മനുഷ്യൻ കാൽ ചവിട്ടി നിൽക്കുന്നത് ഈ ദുനിയാവിന്റെ മണ്ണിലാണ്. ഈ മണ്ണിൽ ജീവിച്ചുകൊണ്ട് മണ്ണിനോടും മനുഷ്യനോടും റബ്ബിനോടുമുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് വിണ്ണിൽ പേര് ചേർക്കപ്പെടണം മനുഷ്യന്റെ. ഈ മണ്ണിൽ ജീവിച്ച് ഈ മണ്ണിനോടും മനുഷ്യനോടും, മനുഷ്യനെയും മണ്ണിനെയും പടച്ച റബ്ബിനോടുമുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് വിണ്ണിൽ പേര് ചേർക്കപ്പെടേണ്ടവനാണ് മനുഷ്യൻ. ഞാൻ പറഞ്ഞു വരുന്നത് വൈവിധ്യങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഇസ്ലാമിന്റെ സമീപനം എന്നാണ്. ശാസ്ത്രവും വഹയും നിങ്ങൾ പഠിച്ചു വെക്കുക. ശാസ്ത്രവും വഹയും ഇത് രണ്ടിനും സ്കോപ്പ് ഉണ്ടല്ലോ അള്ളാഹുവിന്റെ ദീനിൽ. സയൻസും വഹയും മനുഷ്യന് ആവശ്യമാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സയൻസ് അഥവാ ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യൻ അവന് ലഭിച്ചിട്ടുള്ള ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നിന്ന് അവന് ലഭിക്കുന്ന നിഗമനങ്ങളാണ്, മനുഷ്യന് കിട്ടിയിട്ടുള്ള നിഗമനങ്ങളാണ്. ആ നിഗമനങ്ങളെ നിരാകരിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുകയല്ല ഇസ്ലാം ചെയ്തിരിക്കുന്നത്. ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇസ്ലാം ശാസ്ത്രത്തിനെതിരാണ്, ഇസ്ലാം സയൻസിനെ നിരാകരിച്ചതാണ്. ഒരിക്കലുമല്ല. ഇസ്ലാം സയൻസിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്.
അല്ലെ? അതുകൊണ്ടാണല്ലോ ആദ്യകാലത്ത് ശാസ്ത്ര മേഖലകളിൽ ഇസ്ലാമിക സമൂഹത്തിന് വമ്പിച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ സയൻസിന്റെയും സകല ശാസ്ത്രീയ വിജ്ഞാനങ്ങളുടെയും തുടക്കം കുറിച്ചവർ ഈ ഉമ്മത്തായിരുന്നു എന്ന് നമ്മൾ അറിയണം. അതിനുള്ള പ്രചോദനം എവിടെ നിന്നായിരുന്നു? അതിനുള്ള പ്രചോദനം സമുദായത്തിന് ലഭിച്ചത് വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നുമാണ്. സയൻസ് എന്ന് പറയുന്നത് തെറ്റുപറ്റാൻ സാധ്യതയുള്ള മനുഷ്യ ബുദ്ധിയുടെ പരീക്ഷണ നിരീക്ഷണ നിഗമനാണെങ്കിൽ പോലും, അല്ലെ, ശാസ്ത്രത്തിന് തെറ്റുപറ്റില്ല ഇസ്ലാമിന് അഭിപ്രായമില്ല. ശാസ്ത്രത്തിന് തെറ്റുപറ്റും, ശാസ്ത്രം തന്നെ അതിന് തെളിവാണ്. ശാസ്ത്രം കണ്ടെത്തിയ നിരീക്ഷണങ്ങളും നിഗമനങ്ങളും പിന്നീട് അതേ ശാസ്ത്രം തന്നെ ശാസ്ത്രത്തിനെ തിരുത്താറുണ്ട്. കാരണം അത് ആ സന്ദർഭത്തിൽ അവരെത്തിപ്പെട്ട നിഗമനങ്ങളും നിരീക്ഷണങ്ങളുമാണ്. അപ്പൊ സയൻസ് എന്ന് പറയുന്നത് തെറ്റുപറ്റാൻ സാധ്യതയുള്ള ആ മനുഷ്യ ബുദ്ധിയുടെ പരീക്ഷണ നിരീക്ഷണ നിഗമനങ്ങളാണെങ്കിൽ പോലും ഇസ്ലാം അതിനെ നിരാകരിക്കുകയല്ല ചെയ്ത് മറിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ശാസ്ത്രം എന്ന് തെറ്റുപറ്റാൻ സാധ്യതയില്ലാത്ത അന്തിമ വാക്കല്ല എന്ന തിരിച്ചറിവുണ്ടാകണമെന്ന് നീ പഠിപ്പിക്കുന്നുള്ളൂ. തെറ്റുപറ്റാത്തത്, അന്യൂനമായ ന്യൂനതകളില്ലാത്തതുമായ ധാർമ്മികമായ അടിത്തറകൾ പഠിപ്പിക്കുന്നതാണ് വഹയ് അഥവാ റിലവേഷൻ, ദിവ്യ വെളിപാട് എന്ന് പറയുന്നത്. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുൽ മലായിക ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അംബിയ മുർസലീങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. തെറ്റുപറ്റാത്ത അറിവിന്റെ സ്രോതസ് എന്ന് പറയുന്നത് അത് മാത്രമാണ്. പ്രപഞ്ചനാഥനിൽ നിന്നുള്ള അറിവിന്റെ സോഴ്സ് ആണത്. അതിനെ തെറ്റുപറ്റാത്ത അറിവായി നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. ഈ വഹയിന്റെയും സയൻസിന്റെയും ഒരു സമന്വയം, രണ്ടിനോടുമുള്ള സന്തുലിതമായ ഒരു സമീപനം അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മതവും അധികാരവും, അതും ഒരു ചർച്ചയാണല്ലോ നമ്മുടെ നാട്ടിൽ. മതവും അധികാരവും പലരുടെയും ധാരണ ഇത് രണ്ടും രണ്ട് ധ്രുവങ്ങളിലുള്ള കാര്യങ്ങളാണെന്നാണ്. അങ്ങനെയാണ് പലരും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തെറ്റിദ്ധരിപ്പിക്കലിൽ പലരും വീണുപോവുകയും ചെയ്യാറുണ്ട്. മതത്തെ മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്നവരുടെ താല്പര്യമാണത്. മതനിർദ്ദേശങ്ങളെ മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിൽ മാത്രം തളച്ചിടാൻ ആഗ്രഹിക്കുന്നവരുടെ താല്പര്യമാണത്. സാമൂഹ്യ ജീവിതത്തിൽ മതം ഇടപെടേണ്ടതില്ല എന്നതാണ് അവരുടെ നിലപാട്. പ്രിയമുള്ളവരെ, ഈ വാദം അംഗീകരിച്ചു കൊടുക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമോ? ഒരു സത്യവിശ്വാസിക്ക് കഴിയുമോ? എന്നല്ല, മതമൂല്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്നത് സാമൂഹ്യ ജീവിതത്തിലാണ് എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട്. അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നതല്ല. മതത്തിന്റെ നിർദ്ദേശങ്ങൾ, മതത്തിന്റെ കാഴ്ചപ്പാടുകൾ, മതത്തിന്റെ മൂല്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്നത് വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെക്കാൾ അപ്പുറത്ത് മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിലാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്താ ഈ മതമൂല്യങ്ങൾ എന്ന് പറയുന്നത്? നിങ്ങൾ ആലോചിച്ച്, സത്യം, ധർമ്മം, നീതി, വിട്ടുവീഴ്ച, ഗുണകാംക്ഷ, ഇത്തരം മതമൂല്യങ്ങൾ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ മാത്രം പരിമിതപ്പെട്ടാൽ മതിയോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഒറ്റക്കാവുമ്പോ സത്യസന്ധനാവുക, ഒറ്റക്കാവുമ്പോ വിശ്വസ്തനാവുക, ഒറ്റക്കാവുമ്പോ നീതിമാനാവുക. വ്യക്തികൾ കൂടിച്ചേർന്ന് കുടുംബവും സമൂഹവും ഒക്കെ ആകുമ്പോൾ അവിടെ നീതിയും സത്യവും ധർമ്മവും ഒക്കെ പ്രസക്തമല്ലാതാവുക. ഇങ്ങനെയുണ്ടോ ഒരു ജീവിതം? മുസ്ലിം ഉമ്മത്തിന്റെ വിശിഷ്ട മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലേ, ലഖദ് കാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകനിൽ ഉത്കൃഷ്ടമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. ആ പ്രവാചക ജീവിതത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ആ പ്രവാചകൻ ഒരു മത നേതാവും രാഷ്ട്ര നേതാവും കൂടിയായിരുന്നു, അല്ലേ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരേ സമയം ഒരു മത നേതാവും ഒരു രാഷ്ട്രത്തിന്റെ നേതാവുമായിരിക്കുന്ന അവസ്ഥയിലാണ് ഇഹലോകവാസം വെടിയുന്നത്. ഖുലഫാഉർ റാഷിദുകളും അങ്ങനെ തന്നെയാണ് ജീവിച്ചത്. അലൈക്കും ബിസുന്നത്തി വസുന്നത്തി ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ, അല്ലേ? സ്വന്തം സുന്നത്ത് മാത്രമല്ലല്ലോ റസൂലുള്ളാഹി നമുക്ക് വിട്ടേച്ചു പോയത്. അലൈക്കും ബിസുന്നത്തി, നിങ്ങൾക്കിതാ ഞാൻ വിട്ടേച്ചു പോകുന്ന എന്റെ സുന്നത്ത്. അവിടെ വെച്ച് നിർത്തിയില്ല. വസുന്നത്തി ഖുലഫാഇർ റാഷിദീൻ മഹ്ദിയീൻ, സന്മാർഗചാരികളായ എന്റെ പിൻഗാമികളായ എന്റെ ഖലീഫമാരുടെ മഹത്തുക്കളുടെ മാതൃക കൂടി ഈ ഉമ്മത്തിന് വിട്ടേച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് വഫാത്താകുന്നത്. ആ ഖലീഫമാരും അള്ളാഹുവിന്റെ ഹിതത്തിനനുസരിച്ച്, പടച്ചവന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഭരണ വ്യവസ്ഥ നിലനിർത്തിയവരായിരുന്നു. എന്തായിരുന്നു അതിന്റെ അടിസ്ഥാനം? ഖുലഫാഉർ റാഷിദുകൾ സ്ഥാപിച്ച ഇസ്ലാമിക ഖിലാഫത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു? വഹുവ ഫിസ്സമാഇ ഇലാഹുൻ വഫിൽ അർദി ഇലാഹ്, ആരാണോ ആകാശ ലോകത്ത് ഇലാഹ് അവൻ തന്നെയാണ് ഭൂമിയിലും ഇലാഹ് എന്ന് പറഞ്ഞാൽ ആകാശ ലോകങ്ങളിൽ ഏതൊരു അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ അവന്റെ ഭൂമിയിലും കാര്യങ്ങളുടെ കൈകാര്യം തമ്പുരാന്റെ താല്പര്യപ്രകാരമായിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഏതൊരു അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണോ ആകാശ ലോകത്ത് കാര്യങ്ങളുടെ നിയന്ത്രണം, കാര്യങ്ങൾ നടക്കുന്നത്, അതുപോലെ അള്ളാഹുവിന്റെ ഭൂമിയിലും കാര്യങ്ങളുടെ കൈകാര്യം തമ്പുരാന്റെ ഇംഗിതപ്രകാരമാകണം. അപ്പോഴേ മനുഷ്യ ജീവിതം സന്തുലിതമായി ഭൂമിയിൽ പുലരുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം, അധികാരമോഹികളായ ഭരണാധികാരികളും പണക്കൊതിയന്മാരായ മതപൗരോഹിത്യവും ചെയ്ത ഏറ്റവും ഗുരുതരമായ തെറ്റ് എന്ന് പറയുന്നത്
പടച്ചവനും പ്രവാചകനും പഠിപ്പിച്ച ദീനും ദുനിയാവും തമ്മിലുള്ള ഈ സന്തുലിത സമീപനത്തിന്റെ താളം തെറ്റിച്ചു എന്നതാണ്. മതജീവിതത്തെ പൊതുജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റി എന്നതാണ്. മതമൂല്യങ്ങളെ പൊതുജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റി എന്നതാണ്. അങ്ങനെ സാമൂഹ്യ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റാൻ കഴിയാത്ത ദീനാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ തന്നെ പഠിപ്പിക്കുമ്പോ, പ്രിയമുള്ളവരെ, അതേക്കുറിച്ചാണ് ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ പണ്ഡിതൻ ഇമാം അബു ഹാമിദുൽ ഗസ്സാലി റഹിമഹുല്ലാഹി അലൈഹി തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറഞ്ഞ ക്ലാസിക് ആയിട്ടുള്ള ഗ്രന്ഥത്തിൽ പറയുന്നത്, അൽ മുൽക്കു വദ്ദീനു തൗഅമാനി, ദീനും അധികാരവും എന്ന് പറയുന്നത് ഒരിക്കലും രണ്ടല്ല, ഇവ രണ്ടും ഇരട്ടപ്പറ്റ സന്തതികളാണ്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോ ജീവിക്കുന്ന ഹിജ്റ 15-ാം നൂറ്റാണ്ടിലാണ്, അല്ലെ? 10 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സഹസ്രാബ്ദം മുമ്പാണ് ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇസ്ലാമിക ലോകത്തെ അഗ്രഗണ്യനായ പണ്ഡിതൻ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹി അലൈഹി പറയുന്നത്, അൽ മുൽക്കു വദ്ദീനു തൗഅമാനി അദ്ദീനു അസ്ലുൻ വസുൽത്താനു ഹാരിസുൻ. ദീൻ എന്ന് പറയുന്നത് അടിസ്ഥാനമാണ്. മുൽക്ക് അഥവാ അധികാരം എന്ന് പറഞ്ഞാൽ അതിന്റെ കാവൽക്കാരനുമാണ്. വമാല അസ്ല ലഹു ഫമഹ്ദൂം, അസ്ലി ഇല്ലെങ്കിൽ പിന്നെ അടിത്തറയില്ലാത്തൊരു സാധനം തകർക്കപ്പെടും. വമാല ഹാരിസ ലഹു ഫദായിഉൻ, കാവൽക്കാരനില്ലാത്ത നഷ്ടപ്പെട്ടു പോകും. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, വഹയും ശാസ്ത്രവുമാണെങ്കിലും മതവും അധികാരവുമാണെങ്കിലും ദുനിയാവും ആഖിറവുമാണെങ്കിലും എല്ലാറ്റിനെയും അതിൻ്റെതായ അളവിൽ സമന്വയിപ്പിച്ചു നിർത്തിയ സന്തുലിതമായ ദൈവിക ദർശനമാണ് ദീനുൽ ഇസ്ലാം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. അപ്പൊ നമ്മളാകുന്ന മുസ്ലിം സമുദായം ഒരു ബാലൻസ്ഡ് സൊസൈറ്റിയായി തീരും. നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം ഒരു ബാലൻസ്ഡ് ദീനാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ദീനിന്റെ ഈ ബാലൻസിംഗ് ഉണ്ടല്ലോ, ഇത് നന്നായി പഠിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ ശരിയായി പ്രതിനിധീകരിക്കാൻ നമുക്ക് കഴിയില്ല. എന്ന് മാത്രമല്ല, മുമ്പ് ജൂതന്മാർക്ക് സംഭവിച്ച അതേ ഗതികേട്, അതേ ദുരന്തം ഈ സമുദായത്തിന് സംഭവിക്കും. എന്താ ജൂതന്മാർക്ക് സംഭവിച്ചത്? മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിശേഷിച്ചതാണ്. അള്ളാഹു ഒരു ഗ്രന്ഥം നൽകിയിട്ട് ആ ഗ്രന്ഥത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ മാറ്റിപ്പണിയാൻ ശ്രമിക്കാതെ, അതിന്റെ സൽഫലങ്ങൾ സമൂഹത്തിന് സമ്മാനിക്കാൻ കഴിയാതെ കേവലം ഗ്രന്ഥം ചുമക്കുന്ന കഴുതയെ പോലെ വേദം കൊണ്ട് നടന്ന ഒരു സമുദായമായി അവർ മാറി. വിശുദ്ധ ഖുർആനിൽ ഒരു സമുദായത്തെ ഇങ്ങനെ വഷളാക്കിയതിന് ഖുർആനിൽ വേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുകയില്ല. അവർക്ക് ഈ ദുർഗതി വേദഗ്രന്ഥത്തിന്റെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നിടത്താണ് സംഭവിച്ചത്. തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് തൗറാത്തിനെ സമീപിച്ചത് കൊണ്ട് സംഭവിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് സ്വീകരിക്കുക, തങ്ങളുടെ ഭൗതിക താല്പര്യത്തോട് ഇടയുന്നത് വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്ന നിലപാട്. ഇത്തരം നിലപാട് മുസ്ലിം സമുദായം സ്വീകരിക്കുന്നതിനെതിരെ വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടെ മുന്നറിയിപ്പ് നൽകിയതായി കൂടി നമ്മൾ മനസ്സിലാക്കണം. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ് ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തിദ് ദുനിയ വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്. അല്ലാഹു പറയാണ്, അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, നിങ്ങൾ വേദഗ്രന്ഥത്തിന്റെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയും മറ്റു പല ഭാഗങ്ങളും നിങ്ങൾ നിഷേധിക്കുകയുമാണോ ചെയ്യുന്നത്? ഫമാ യഫ്അലു മാ ദാലിക മിൻ ഷൈ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും ഇല്ലാ ഖിസ്യുൻ ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ നിന്ദത മാത്രമാണ്. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അശദ്ദിൽ അദാബ്, ആഖിറത്തിൽ അറ്റമില്ലാത്ത കഠിനമായ ശിക്ഷയിലേക്ക് അകറ്റപ്പെടുക എന്നതാണ്, തള്ളപ്പെടുക എന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, ഈ ജൂത സമൂഹത്തിന് സംഭവിച്ചതാണ്. ദീനിന്റെ മുൻഗണനാക്രമങ്ങളൊന്നും മനസ്സിലാവാതെ, അതിന്റെ തലയും വാലും ഏതാണെന്ന് തിരിച്ചറിയാതെ, സുന്നത്തും ഫർദും കൂട്ടിക്കുഴച്ച് ശിർക്കും ബിദ്അത്തും ഒരുപോലെ കണ്ട് നിലപാട് സ്വീകരിച്ച് അവ രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാതെ, അങ്ങനെ ഉണ്ടല്ലോ, ഏതൊക്കെയാണ് ദീനിൽ പ്രാധാന്യമുള്ളത്, ഓരോന്നിനും സ്ഥാനം എന്താണ്, ഏതളവിലാണ് ഓരോന്നിനെയും അതതിന്റെ സ്ഥാനത്ത് പരിഗണിക്കേണ്ടത് എന്നും ഒന്ന് ചിന്തിക്കാതെ ഈ ദീൻ കൊണ്ടു നടക്കുന്നത് അവനവന് ആത്മനിർവൃതി നൽകുമെന്നതല്ലാതെ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക ജീവിതത്തിന്റെ അയലത്ത് പോകുവാൻ പോലും നമുക്ക് കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദീനിന്റെ ഈ ക്രമം, ഈ വ്യവസ്ഥ, ഈ ബാലൻസിങ്, അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടാൽ സംഭവിക്കുന്ന അപകടങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കാൻ തയ്യാറാകണം. ഉസൂലുകളും ഫുറൂകളും വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ വരരുത്. അടിസ്ഥാനങ്ങൾ ഏതാണ്, അതിന്റെ ശാഖകൾ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകരുത്. അള്ളാഹുവിന്റെ ദീൻ യുസറായ ദീൻ അഥവാ എളുപ്പമുള്ള ദീൻ മുസറായി മാറരുത്, സങ്കീർണമായി തീരരുത്, കൊണ്ടു നടക്കാൻ കഴിയാത്ത ദീനായി തീരരുത്. തനത്തുക, തീവ്രവാദപരമായ നിലപാടുകൾ കടന്നു വരാൻ അനുവദിക്കരുത്.
എല്ലാറ്റിനും ഒരു ബാലൻസ് സമീപനമുണ്ട്. ഇതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. തീവ്രതക്കും ജീർണതക്കും മധ്യേ നിലകൊള്ളേണ്ട ദീനാണ് അള്ളാഹുവിന്റെ ദീൻ. ഒരു വലിയ വിഷയത്തിന്റെ അതിന്റെ ആമുഖമായുള്ള ചില സൂചനകൾ മാത്രമാണ് 2 കുത്തുബകളിലൂടെ സമൂഹവുമായി സദസ്സുമായി ഞാൻ സംവദിച്ചത്. കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഇസ്ലാമിനെ അതിന്റെ ആഴത്തിലും പരപ്പിലും അളവിലും അതിന്റെ സവിശേഷതയിലും പ്രാധാന്യക്രമത്തിലും ഒക്കെ മനസ്സിലാക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകുമ്പോഴാണ് പ്രിയമുള്ളവരെ പടച്ചവന്റെ ദീനിനെ സ്വന്തം ജീവിതത്തിൽ കൊണ്ടു നടക്കുക മാത്രമല്ല സമൂഹത്തിൽ അതിനെ പ്രതിനിധീകരിക്കുവാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെ വേണ്ട വിധം അതിന്റെ ആദിമ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കുകയും അത് ദീനിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.